ജൂലൈ 19-നും ഓഗസ്റ്റ് 18-നും നടന്ന സിൻഡിക്കേറ്റ് യോഗങ്ങളുടെ തീരുമാനമായി മിനിറ്റ്സിൽ എഴുതിയ കാര്യങ്ങളൊന്നും തന്നെ ഭൂരിപക്ഷം അംഗീകരിച്ചതല്ലെന്നാണ് പ്രധാന ആക്ഷേപം. വൈസ് ചാൻസലറെ അസഭ്യം പറഞ്ഞെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും മിനിറ്റ്സിൽ എഴുതി ചേർത്തിരുന്നു. ജനാധിപത്യ വിരുദ്ധവും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുമുള്ള വൈസ് ചാൻസലറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഇടപെടണമെന്നും അഭ്യർത്ഥിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണറെ കാണുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് വൈസ് ചാൻസലർക്ക് ഗവർണറുടെ നിർദ്ദേശങ്ങൾ എത്തിയത്. പരാതി ഉയർന്ന 2 സിൻഡിക്കേറ്റ് യോഗങ്ങളുടെയും മിനിറ്റ്സ് അടുത്ത യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. ചട്ടവിരുദ്ധമായ കാര്യങ്ങളാണ് സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നതെങ്കിൽ വൈസ് ചാൻസലർ അത് ഗവർണറെ അറിയിക്കണം. ഇപ്പോൾ ഉയർന്നുവന്ന പരാതികൾ യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നോക്കി ജനാധിപത്യ രീതിയിൽ പരിഹരിക്കണം. സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷത്തെ മാനിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും ഗവർണറുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നു. വൈസ് ചാൻസലറുടെ ഏകാധിപത്യത്തിനേറ്റ തിരിച്ചടിയാണ് ഗവർണറുടെ ഇടപെടലെന്ന് സിൻഡിക്കേറ്റിലെ UDF അംഗം അഡ്വക്കേറ്റ് PM നിയാസ് പ്രതികരിച്ചു. എന്നാൽ തന്റെ പദവിയുടെ പരമാധികാരം ഊന്നി പറയുന്നതാണ് ഗവർണറുടെ നിർദ്ദേശങ്ങളെന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുസലാമിന്റെ നിലപാട്. മീഡിയ 1 കോഴിക്കോട്.